അസ്സലാമു അലൈക്കും എവരിവൺ. അപ്പോൾ ഇതാ നമ്മുടെ 2024 കഴിയാറായി. എന്താ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ ഒരു അറിവില്ല. അതാണ് അവസ്ഥ. എന്ത് ചെയ്തു, എങ്ങനെ ഈ വർഷം നമ്മൾ യൂസ് ചെയ്തെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കൊരു ബോധമില്ല. കുറേ നല്ലതും ചീത്തതൊക്കെ സംഭവിച്ചു. ആസ് യൂഷ്വൽ എല്ലാ വർഷത്തെ പോലെ സംഭവിച്ചു. കുറേ കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയൊക്കെയുള്ളൊരു വർഷം. ഇതാ എത്ര പെട്ടെന്ന് തുടങ്ങി, അതിലും പെട്ടെന്ന് കഴിഞ്ഞൊരു വർഷം. എനിവേ ഞാനിതാ ഇന്ന് ലാസ്റ്റ് ഫ്രൈഡേ അല്ലേ, ലാസ്റ്റ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പള്ളിയിൽ പോവാമെന്ന്. വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളായിട്ടൊന്ന് പുറത്തിറങ്ങാം. കുറച്ച് സേവറായിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ മാത്രമുള്ള ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പുറത്തിറങ്ങിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ച് ഇതാ ജുമ്മക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഈ വർഷം കഴിയുമ്പോൾ ഭയങ്കര കുറ്റബോധമാണ് കേട്ടോ. കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നന്നായോ ചോദിച്ചാൽ നന്നായിട്ടുമില്ല, എന്നാൽ വെടക്കായോ ചോദിച്ചാൽ വെടക്കായിട്ടുമില്ല. അങ്ങനത്തെ ഒരു വർഷം. സാരില്ല, എല്ലാ വർഷവും വിചാരിക്കുന്ന പോലെ അടുത്ത വർഷം നേരാവാന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഈ വർഷം നമുക്ക് എൻഡ് ചെയ്യാം. അത്രയല്ലേ പറ്റുള്ളൂ. വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു, പ്രായം ഇങ്ങനെ കയറിപ്പോകുന്നു. ഇഹലോകത്തേക്കും ഒന്നും ചെയ്യുന്നില്ല, പരലോകത്തേക്കും ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു യാത്ര. എനിവേ ഞാൻ പള്ളിയിലെത്താറായി. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടിട്ട്, വണ്ടി കുറച്ച് ദൂരെയാണ് കേട്ടോ പാർക്ക് ചെയ്തേക്കണത്. പള്ളിയുടെ അടുത്ത് ജുമ്മയുടെ ടൈം ആകുമ്പോൾ ഭയങ്കര തിരക്കായ പിന്നെ നമ്മൾ ആ സമയത്ത് അവിടെ ഇങ്ങനെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നടക്കുമ്പോൾ പിന്നെ ജമാഅത്ത് മിസ്സാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അങ്ങനെ നമ്മുടെ പള്ളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. സ്ത്രീകളുടെ സൈഡിൽ കുറച്ച് തിരക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. മെൻസിൻ്റെ സൈഡിൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ കുറേ ഇഷ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭാഗത്തേക്ക് എത്തി. ഞാൻ വേഗം പോവാണ് കേട്ടോ, കാരണം ജമാഅത്ത് മിസ്സാവുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ മിസ്സായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ അവിടെ എത്തിയപ്പോൾ ഖുതുബയായിരുന്നു. പ്രയറൊക്കെ ചെയ്തു. നമ്മൾ വേഗം തിരിച്ചിറങ്ങി. ഒരു കേക്ക് ബോക്സിലൊക്കെ പോയിട്ടൊന്ന് 2 കേക്കൊക്കെ എൻ്റെ കുട്ടികൾക്ക് കഴിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അടുത്ത വർഷം ഇതിലേറെ ഉഷാറാവും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വർഷം കഴിയാറായി. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം അതിലും ഭംഗിയാക്കി ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഈ വർഷം നിർത്താം. ഓക്കെ, അസ്സലാമു അലൈക്കും.